കാലഘട്ടത്തിൽ കെ ദേവയാനിയെ അനുസ്മരിക്കുക എന്നത് പെൺമലയാളത്തിന്റെ കർത്തവ്യമായി ഞങ്ങൾ കരുതുന്നു. അവരുടെ ജീവിതം രാഷ്ട്രീയമായി സ്വത്വബോധമുള്ള ഒരു സ്ത്രീയുടെ തിരിച്ചറിവും അതിനോടൊപ്പമുള്ള വേദനയും ത്യാഗവുമാണെന്ന് നമ്മെ അറിയിക്കുന്നു. കെ ദേവയാനി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷത്തോളമായി. അവരുടെ ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിലൂടെ ഒരു അന്വേഷണം. പാറിപ്പാറക്കട്ടെ കോടി വാനിലുയരട്ടെ ചെങ്കോടി, പാറിപ്പാറക്കട്ടെ കോടി വാനിലുയരട്ടെ ചെങ്കോടി, ആരെങ്കിലിക്കോടി താഴ്ത്തുകിൽ നൂറായുയരുമീ പൊൻതുകിൽ, പാറിപ്പാറക്കട്ടെ. സഖാവ് കെ ദേവയാനി നമ്മുടെ വിപ്ലവ ചരിത്രത്തിൽ പടനിലങ്ങളിൽ ആളിപ്പടർന്നവരെക്കാളേറെ പടപ്പാളയങ്ങളിൽ നെരിപ്പോടുകളുമായി നീറുനീറിക്കത്തി 1000 സ്ത്രീ ജീവിതങ്ങളുടെ കനൽച്ചൂട് മലയാളത്തിന് കൈമാറിയ അമ്മ. വീരചരിതങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളിൽ ഇടം നേടാതെ പോയ സ്ത്രീ പങ്കാളിത്തത്തിന് നേരെ നമ്മുടെ കണ്ണു തുറപ്പിച്ചവരിലൊരുവൾ. 1/4 നൂറ്റാണ്ട് മുമ്പ് തന്റെ പീഡാനുഭവങ്ങൾക്ക് വാഗ്രൂപം നൽകാൻ തൂലികയേന്തിയപ്പോൾ അതും മറ്റൊരു പീഡനമാകുന്നുവെന്ന് ഈ അമ്മ കുറിച്ചിട്ടത് ഭംഗിവാക്കുകളായിരുന്നില്ല. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ അങ്ങനെ ഒരു ഓർമ്മക്കുറിപ്പിന്റെ ലാളിത്യം വിട്ട് ചരിത്ര പുസ്തകത്തിന്റെ ഗൗരവം നേടി. ഏട്ടൻ എഴുതിക്കൊടുത്ത പ്രസംഗങ്ങൾ ഉരുവിട്ട് പഠിച്ച് ആത്മവിദ്യാസംഘത്തിന്റെ വേദികളിൽ അവതരിപ്പിച്ചിരുന്ന ബാല്യത്തിലെ ദേവയാനിയുടെ പൊതുപ്രവർത്തനം ആരംഭിച്ചു. ജാതി വ്യവസ്ഥയ്ക്കും ഉച്ചനീചത്വത്തിനുമെതിരായി ആ പെൺകുട്ടി ആലപ്പുഴയിൽ അങ്ങോളം ഇങ്ങോളമുള്ള അരങ്ങുകളിൽ മുഴക്കിയ തീപാറുന്ന വാക്കുകൾ പിന്നീട് കയർ തൊഴിലാളികളുടെ സമരപ്പന്തലുകളിലേക്ക് ഒഴുകിയെത്തിയത് ഒരു യാദർച്ഛികതയല്ലായിരുന്നു. കൗമാര യൗവനങ്ങളിൽ തന്നെ കയർ തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഇടയിൽ സജീവമായി പ്രവർത്തിച്ച ദേവയാനി 1934 അമ്പലപ്പുഴ താലൂക്ക് കയർപ്പിരി തൊഴിലാളി യൂണിയൻ എന്ന സ്ത്രീ തൊഴിലാളി സംഘടന ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പ്രഥമ സെക്രട്ടറിയായി. തുടർന്ന് കാഞ്ഞിരഞ്ചിറയിൽ വെച്ച് സഖാവ് പി കൃഷ്ണപിള്ളയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നതിന്റെ സിദ്ധാന്തമാണ് കമ്മ്യൂണിസം എന്ന് മനസ്സിലാക്കിയതോടെ ദേവയാനി തന്റെ ഓരോ പ്രവർത്തനങ്ങളും കമ്മ്യൂണിസത്തിന്റെ കൊടിക്കീഴിലാക്കി. ചേർത്തലയിലും മുഹമ്മയിലും വയലാറിലുമെല്ലാം മഹിളായോഗങ്ങൾ വിളിച്ചു ചേർത്ത് 100 കണക്കിന് സ്ത്രീകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആനയിച്ചത് ഇവരായിരുന്നു. സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനു വേണ്ടി യൗവനകാലത്ത് വീട് വിട്ട് ആലപ്പുഴയിൽ ഒരു ലോഡ്ജിൽ താമസിച്ച ദേവയാനി കേരളത്തിന്റെ വിപ്ലവ ചരിത്രത്തിലെ ഒരു അപൂർവതയായി തീർന്നു. ആലപ്പുഴയിൽ മാത്രമല്ല കൊച്ചിയിലും കോട്ടയത്തുമെല്ലാം തലമുതിർന്ന സഖാക്കളോടൊപ്പം തോൾ ചേർന്ന് നിന്ന് ചെങ്കോടിയുടെ വീരഗാഥകൾ രചിച്ച ചുവന്ന ദിനങ്ങളായിരുന്നു തുടർന്നുള്ള നാളുകൾ. വെള്ളക്കാരന്റെ ചോട്ടുപട്ടാളവും ഒറ്റുകാരും ചേർന്ന് നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു യുവത്വത്തിന്റെ ഉടമയായ സഖാവ് എ വി കുഞ്ഞമ്പു എന്ന കരുത്തനായ കമ്മ്യൂണിസ്റ്റിനെ അടുത്തറിഞ്ഞതോടെ സഖാവ് ദേവയാനി അദ്ദേഹത്തിന്റെ ഭാര്യയായി. അതോടെ വീട്ടിനുള്ളിലേക്ക് ഒതുങ്ങുകയായിരുന്നില്ല ഇവർ. അപ്പോഴും മഹിളാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളുമായി കൂടുതൽ കരുത്തോടെ മുന്നേറുകയായിരുന്നു. നാട്ടുകാരിൽ നിന്ന് വിവാഹ വാർത്ത മറച്ചുവെക്കേണ്ടി വന്നു. അമ്മയെക്കുറിച്ച് മകൾ മാലതി സംസാരിക്കുന്നു. ചെറിയൊരു പാർട്ടി യോഗത്തിൽ വെച്ചിട്ടായിരുന്നു ഒരു കല്യാണം എല്ലാം കഴിഞ്ഞത്. അപ്പം അതെല്ലാം അമ്മ പറയലുണ്ട് ഇടക്ക്. അങ്ങനെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുതിയ കോടി ഉടുത്തിട്ടോ അങ്ങനെയൊന്നുമല്ല. ഒരു 10, 70, 72 ആള് പങ്കെടുത്ത ഒരു പാർട്ടി യോഗത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കഴിച്ചത്. അങ്ങനെ താലിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. ഒരു പൂമാല ഇട്ടിട്ട് അങ്ങോട്ടും പൂമാല ഇട്ടിട്ടുള്ള ഒരു കല്യാണം. അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെയാണ് താമസിക്കേണ്ടതെന്നില്ല പോലും അറിയാത്തൊരു എന്നാലും ഒന്നുമില്ല. ഒരു കല്യാണത്തിന് മുമ്പായിട്ടുള്ള ഒരു ഒരുക്കവും ഉണ്ടായില്ല. അപ്പൊ അവിടെ തന്നെയില്ല ഏതൊരു പാർട്ടി സഖാവിന്റെ വീട്ടിലാണ് കല്യാണത്തിന് ശേഷം കുറച്ചു ദിവസം താമസിച്ചത്. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുമ്പേ എ വി ഒളിവിലായി. പിന്നീട് കോഴിക്കോട്ടെ പുതിയറയിലുള്ള കമ്മ്യൂണിലായി ദേവയാനിയുടെ ജീവിതം. ഒരു കമ്മ്യൂണിസ്റ്റുകാരിക്ക് വേണ്ട അച്ചടക്കം കമ്മ്യൂണിൽ നിന്ന് സ്വന്തമാക്കിയ അവർ പാർട്ടി യോഗങ്ങളിൽ പാടാറുള്ള പാട്ടുകൾ ഉണർവിന്റെ പര്യായങ്ങളായി. കോഴിക്കോടിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അവരുടെ പാട്ടും ചെങ്കൊടിയും പാറി നടന്നു. പാടവരമ്പുകൾ താണ്ടി അവർ പുതിയ പുതിയ മഹിളാ സംഘങ്ങൾ രൂപീകരിച്ചു.
സമരപുളകങ്ങളുടെ സിന്ദൂരത്തിലകമണിഞ്ഞ് ജാഥകളിലും പ്രസംഗവേദികളിലും സ്വയം അലിയുമ്പോൾ താൻ ഗർഭവതിയാണെന്നതിന്റെ ആലസ്യങ്ങളൊന്നും അവരെ പിന്നോട്ട് വലിച്ചില്ല. എ.വി. കുഞ്ഞമ്പുവിന്റെ കുഞ്ഞിനെ കേരളത്തിൽ വെച്ച് പ്രസവിക്കാനാവില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോഴും അവർ തളർന്നില്ല. തന്റെ പ്രസവം എ.വിയുടെ അറസ്റ്റിന് കാരണമായേക്കുമെന്ന് ഭയന്ന് ആ അമ്മയ്ക്ക് പൂർണ്ണ ഗർഭിണിയായിരിക്കെ ബോംബെ പാർട്ടി ഓഫീസിലേക്ക് ഒളിച്ചു കടക്കേണ്ടി വന്നു. പക്ഷേ ബോംബെയിലെത്തുന്നതിന് മുമ്പേ രോഗബാധിതയായി കോഴിക്കോട്ടേക്ക് മടങ്ങിയെത്തിയപ്പോഴേക്കും ഗർഭം അലസിപ്പോയിരുന്നു. സഖാവ് ദേവയാനി എന്നിട്ടും തളർന്നില്ല. കരിവെള്ളൂരിലെ ആദ്യ ദിനങ്ങൾ താമസിക്കാൻ ഒരിടം തേടിയുള്ള അലച്ചിലിന്റെയും ഭീകരമായ ഒറ്റപ്പെടലിന്റെയും നാളുകളായിരുന്നു. ചോരയും കണ്ണീരും നനഞ്ഞ വഴികളിൽ ആ കാലം ഇങ്ങനെ. തീർത്തും അപരിചിതമായ സ്ഥലം, കേൾക്കാൻ കൗതുകം തോന്നിക്കുന്ന വ്യത്യസ്തമായ ഭാഷ. എങ്കിലും എനിക്ക് കരിവെള്ളൂരിനോട് ഒരു വല്ലാത്ത അടുപ്പം തോന്നി. എന്റെ പ്രിയപ്പെട്ടവന്റെ ജന്മഭൂമി. അരിക്ക് അക്കാലത്ത് കടുത്ത ക്ഷാമമായിരുന്നു. പോരാത്തതിന് കർക്കടക മാസവും. എങ്ങനെയെങ്കിലും ഒരു വീട് കണ്ടുപിടിക്കണമെന്നത് മാത്രമായിരുന്നു അക്കാലത്തെ ചിന്ത. ആറ്റാശ്ശേരി ഗോപാലന്റെ വീട് ഞങ്ങൾക്ക് താമസിക്കാനായി വിട്ടുതന്നു. ക്ഷാമം ഗുരുതരമായിരുന്നു. ഭക്ഷണം ഒരു അപൂർവ സ്വപ്നം മാത്രമായിരുന്നു നാളുകൾ. ഞാൻ ഗർഭിണിയായിരുന്നു അപ്പോൾ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അച്ഛനവിടെ സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല. എങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങ് വന്നു. അപ്പൊ ഇങ്ങനെ അത് പറയലുണ്ട് ഇടക്ക്. ഈ ഇപ്പൊ കരിവെള്ളൂരിന്റെ അതിർത്തിയിൽ കാണുന്ന മറ്റേ പാലമൊന്നുമില്ല, വെള്ളമുള്ള സ്ഥലം. പുഴ. അപ്പൊ ആ പുഴ അവിടെ എത്തിയിട്ട് നടന്ന് ഇങ്ങോട്ട് വരിക വേണ്ട കരിവെള്ളൂരിലേക്ക്. അപ്പൊ പിന്നെ കയ്യില് എടുത്തേക്കാവോ വരുന്നതിനെ പറ്റി ഒരു ധാരണയില്ല. ഇങ്ങനെ വീടൊന്നുമില്ല അവിടെ. അപ്പൊ ഇങ്ങനെ ആടെ എത്തിയിട്ട് ഇങ്ങനെ ആ പുഴ ഇങ്ങനെ നീന്തി ഇങ്ങനെ ഇറങ്ങി കിടക്കണം. അപ്പൊ ഇങ്ങനെ കൂടെ മറ്റേ വി വി കുഞ്ഞമ്പു അച്ഛൻ്റെ സഹപ്രവർത്തനാണ്. വി കുഞ്ഞമ്പു കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് രാത്രി എവിടെയാ നിൽക്കുവാന്ന് ആടുന്ന് പറയുമ്പോ അമ്മക്കും കൂടെ പോയാൽ നിൽക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളത്. അപ്പൊ ഇന്ന് രാത്രി എവിടെയാ താമസിക്കുവാന്നുള്ളത്. അപ്പൊ വിവിന്റെ വീട്ടിലേക്കാ വന്നത് ആദ്യം. അവിടെ താമസിച്ചു കുറച്ച് ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആടുന്ന് പിന്നെ കരിവെള്ളൂരുടെ ഉള്ള കോളിയാട വീട്ടിൽ വന്ന് താമസിച്ചു. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആരും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തീരെ ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ അവരെ കോളിയാടൻ നാരായണ മാഷും പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. അപ്പൊ അവരെ വീട്ടിലും ഭക്ഷണം കുട്ടികളെല്ലാം ഉള്ളതാണ്. എന്നാലും ഭക്ഷണത്തിനൊന്നും ഒരു വഴിയില്ലാത്ത വീടാണ്. എന്നാലും അമ്മേനെ അവർ കാര്യമായിട്ട് നോക്കും. അച്ഛൻ കല്യാണം കഴിച്ചോണെന്ന് ഇല്ലാന്ന് അമ്മേനെ കാണിക്കില്ല. അവര് കുട്ടികൾക്കെല്ലാം ഇങ്ങനെ പയറും അങ്ങനത്തെ ഇതെല്ലാം കൊടുത്തിട്ട് അമ്മക്ക് എങ്ങനെയെങ്കിലും ഒരു നേരമെങ്കിലും അരി ഭക്ഷണം കൊടുത്തിട്ട് അങ്ങനെയാണ് നോക്കിയത്. പിന്നെ അങ്ങനെ അവിടുന്ന് മാറിയാണ് അവിടുന്ന് ഈ പിന്നെ ഇവിടെ അങ്ങനെ ഒരു വീട്ടിൽ അവരിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ട് അമ്മേനെ ഇങ്ങനെ പിന്നെ നോക്കുന്ന കണ്ടപ്പോൾ നമുക്കെല്ലാം എവിടെയെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു സ്ഥലത്ത് താമസിക്കണം തോന്നി. അപ്പം അങ്ങനെ ഇവിടെ ഒരു പിന്നെ കുറച്ച് നമ്മളെ വീട്ടിൻ്റെ കുറച്ച് മാറിയിട്ടൊരു വീട്, ആറ്റശ്ശേരി ഗോപാലൻ എന്ന് പറഞ്ഞ ഒരാളെ വീടാണ്. ആ ഗോപാലേട്ടൻ്റെ വീട്ടിൽ അവർ രണ്ടാളും കൂടെ താമസം തുടങ്ങി. പക്ഷെ താമസിച്ചിട്ട് അച്ഛൻ പിന്നെ ഈ കരിവെള്ളൂർ സമരത്തിനെല്ലാം മുമ്പേ ആണല്ലോ അത്. അപ്പം അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തന എല്ലാ മീറ്റിങ്ങുകളിലും അമ്മേനെ കൊണ്ടുപോകും. അങ്ങനെ അമ്മേനെ പരിചയപ്പെടുത്തും. തെക്കുന്ന ഒരു കല്യാണം കഴിച്ച് കൊണ്ടുവന്നെയാണ്. എന്നിട്ട് നാട്ടിൽ അങ്ങനെ പരിചയപ്പെടുത്തും. ഓരോ യോഗങ്ങളിലും അമ്മേനെ കൊണ്ടുപോയിട്ട് ഇത് ഇങ്ങനെ കല്യാണം കഴിച്ച് അങ്ങനെയാണ്. അപ്പൊ അമ്മയും ഇവിടെ വന്നിട്ട് അങ്ങനെ വെറുതെ ഇരിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിന്നെ തെക്കൻ കളികളുണ്ട് നമ്മളെ നാട്ടിൽ പരിചയമില്ലാത്ത നേരത്തെ കുമ്മികളി, തിരുവാതിരക്കളി, അതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടികളെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് അങ്ങനെയെല്ലാം അവരെല്ലാം പഠിപ്പിക്കും, പാട്ടും ഇതുമെല്ലാം. പിന്നെ അങ്ങനെ അതേപോലെ പിന്നെ എല്ലാറ്റിനും കുട്ടികളെല്ലാം വേഗം അമ്മേന്റെ കൂടെയായി. എന്നാൽ തെക്കുന്ന സംസാരത്തിനൊരു വ്യത്യാസമുണ്ട് വടക്കും തെക്കും. അങ്ങനെ വളരെ പിന്നെ വേഗം തന്നെ ഈ നാട്ടിൽ ഇവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഇടപഴകാൻ നമുക്ക് കഴിഞ്ഞു. 1946 ഡിസംബർ 20 അന്ന് കരിവെള്ളൂർ ചരിത്രത്തിലൊരു രക്തനക്ഷത്രമായി. നെല്ല് കടത്താൻ വരുന്ന ജന്മി ഗുണ്ടകളെയും പോലീസുകാരെയും നേരിടാൻ എ.വി. കുഞ്ഞമ്പുവിന്റെയും പി. കുഞ്ഞിരാമന്റെയും നേതൃത്വത്തിൽ കരിവെള്ളൂർ ഗ്രാമം ഉണർന്ന ദിവസം. അവരുടെ ആയുധങ്ങൾ ചെറിയ വടികളും കല്ലും കവണയും എല്ലാത്തിനുമുപരി ചങ്കുറപ്പും മാത്രമായിരുന്നു.
303 റൈഫിൾധാരികളായ പോലീസുകാർ അവർക്ക് നേരെ നിറയൊഴിച്ചു. ആ വെടിയുണ്ടകൾ കീനേരി കുഞ്ഞമ്പുവിന്റെയും തിടിൽ കണ്ണന്റെയും ജീവിതം കവർന്നു. ഏവിക്കും വെടിയേറ്റു. തുടർന്ന് കരിവെള്ളൂർ പോലീസ് വേട്ടയാടലുകളുടെ ഭീകരമുഖം കണ്ടു. ആ കറുത്ത ദിനങ്ങളിൽ ഗർഭിണിയായിരുന്ന ദേവയാനിക്ക് ഒരു ശ്മശാനത്തിൽ ഏകാന്തമായ പകൽ നേരങ്ങളിൽ ഒളിച്ചു ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. കരിവെള്ളൂരിൽ ഒറ്റുകാരും പോലീസുകാരും മാത്രമായി പുരുഷന്മാർ. പോലീസുകാരുടെ ഉപദ്രവം സഹിക്കവയ്യാതായി. പലയിടങ്ങളിലും പോലീസുകാർ സ്ത്രീകളെ സ്വന്തമാക്കുന്നതിനു പുറമെ ബലാത്സംഗം ചെയ്യുന്നുമുണ്ടെന്ന വാർത്തയും പരന്നു. പഴയതുപോലെ ഇനിയും താമസിക്കുന്നത് അപകടകരമാണെന്ന് എനിക്കും തോന്നി. ുണ്ടെന്ന വാർത്തയും പരന്നു. പഴയതുപോലെ ഇനിയും താമസിക്കുന്നത് അപകടകരമാണെന്ന് എനിക്കും തോന്നി.